ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ എൻ.ടി.ആറിന് എല്ലാവിധ പിറന്നനാൾ ആശംസകളും നേരുന്നു. അപ്പോൾ എൻ.ടി.ആറിൻ്റെ പിറന്നാൾ അനുബന്ധിച്ച് പ്രശാന്ത് നീലുമായിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ട്. ഡ്രാഗൺ എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് നൽകിയിരിക്കുന്നത് രവി ബസ്രൂറാണ്. ഇതിൽ രുക്മിണി ബസന്ത്, അനിൽ കപൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. പ്രശാന്ത് നീൽ, രവി ബസ്രൂർ ബന്ധം നിങ്ങൾക്കറിയാം. KGF 2, സലാർ, അങ്ങനെ എല്ലാ സിനിമകളിലും രവി ബസ്രൂർ തന്നെയാണ് പ്രശാന്ത് നീലിൻ്റെ സിനിമയിൽ മ്യൂസിക് നൽകിയിരിക്കുന്നത്. അതൊരു ഒന്നൊന്നര മ്യൂസിക്കും കൂടെയാണ്. അപ്പോൾ ഇതിലും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഗ്ലിംസ് നമുക്ക് കണ്ടുപോകാം. അപ്പോൾ സെയിം പരിപാടിയാണോ അതോ പുതിയ പരിപാടിയാണോ? பிரிட்டிஷ் நம்ம நாட்டுக்கு காட்டன், ஸ்டீல் அண்ட் ஸ்பைசஸ்க்காக வந்தாங்க. ஆனா 250 வருஷம் அவங்க இங்கே தங்கிட்டதுக்கு காரணம் ஒரு செடி. They came here for the opium poppy, which produces the most addictive substance in the world. Heroin. Drugs. உலகத்திலேயே ஓபியத்தை அதிகமா கல்டிவேட் பண்றது 2 இடங்கள். மைத்ரி, டி சீரியஸ் எல்லாம் உண்டு. ஆப்கானிஸ்தான் and golden triangle. பிரிட்டிஷ்காரங்க அதை கைக்குள்ள வச்சுக்கிட்டு 95% ஓபியம் ட்ரேட கண்ட்ரோல் பண்ணாங்க. In 1947, when the British left India, they also left behind the most profitable business in the world. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രശാന്തിനുള്ള ആ ഒരു സ്റ്റോറി ഡീറ്റെയിലിംഗ് അതൊരു വേറെ ലെവൽ സംഭവമാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു സീക്വൻസ് നിങ്ങൾ കണ്ടു കാണും. അതായത് സലാറിൽ ക്ലൈമാക്സിൽ 3-4 വേറെ പടന്നുള്ള സോൾജിയേഴ്സ് ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് വാറിന് വരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ റഷ്യൻ സോൾജിയേഴ്സ്, അമേരിക്കൻ, അങ്ങനെ കുറെ. അപ്പോൾ ആ ഒരു കാണിക്കുന്ന ആ ഒരു വിഷ്വൽ പോർഷനൊക്കെ വേറെ ലെവലാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു സ്റ്റോറി ഡീറ്റെയിലിംഗ്. പുള്ളി അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുള്ളി അതെങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ തുടക്കത്തിൽ തന്നെ ആ ഒരു കഥ ഡീറ്റെയിലിങ്ങും ആ ഒരു ഗ്രാഫിക്സുകൾ, ആ ഒരു വിഷ്വലൊക്കെ കാണിക്കുന്നത് ഒരു കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? அதனால அந்த வியாபாரம் 2ஆ பிரிஞ்சது. ஒன்னு ஆப்கான் ட்ரேடிங் கம்பெனி, இன்னொன்னு கோல்டன் ட்ரேடிங் கம்பெனி. அப்பதான் ஓபியம் வாஸ் தொடங்குச்சு. ഓപ്പിയം യുദ്ധവും ഉണ്ട്. அப்பதான் എല്ലാം KGF 2, സലാർ, ഉഗ്രം, അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി, രുക്മിണി ബസന്ത്, സ്വാതന്ത്ര്യത്തിന് 20 വർഷത്തിന് ശേഷം ദാദാ സർക്കാർ, ബോസ് ഓഫ് അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി, സുജോയ് സർക്കാർ, സെക്കൻഡ് ഇൻ കമാൻഡ് അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി, ബോബി സർക്കാർ, വാസിർ ഓഫ് അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി, മിന്നൽപുരിലെ വില്ലൻ റാവു അക്കൗണ്ടന്റ്, വിക്ടർ മെൻഷുവ ഡിസ്ട്രിബ്യൂട്ടർ റഷ്യ. എന്തൊക്കെയാടാ കാണിക്കുന്നേ? പുള്ളിക്ക് ആ ഒരു കാണുമ്പോ തന്നെ കണ്ടേ. സത്യം പറഞ്ഞ ഇത് എനിക്ക് തുടക്കത്തിൽ നിന്ന് ആ ഒരു ബിൽഡപ്പ് ഒക്കെ വരുമ്പം KGF, സലാർ ആ ടൈപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റ് ചെയ്യുക. അതിന് ഒരാളെ കാണിക്കുന്ന ആ ഒരു നമുക്കും കൂടെ കാണാൻ വേണ്ടി തോന്നിയാണ്. എന്ത് പിന്നെ ബിൽഡപ്പ് അറിയാമല്ലോ. ബിൽഡപ്പ് മുൻപ് അതൊരു തമിഴ് ട്രോളിൽ കണ്ടതുമല്ല, അവൻ സാപ്പിടണോണാ നീ സാപ്പിടണോ, നീ സാപ്പിടലன்னா അവൻ സാപ്പിടക്കൂടാതെ, അങ്ങനെ ബിൽഡപ്പ് അടിച്ച് തള്ളി വിടും. അപ്പൊ ഇതും അതുപോലെ ബിൽഡപ്പ് ഉണ്ട്. പക്ഷെ ആ ബിൽഡപ്പ് നമുക്ക് കേൾക്കാൻ തോന്നുക. അതാണ് ബിൽഡപ്പ്, അതാണ് പ്രശാന്ത് നീലിന്റെ ബിൽഡപ്പ്. ജനറൽ ഡുറാൻ, ആഫ്രിക്ക, യൂറോപ്പ്, ദി ട്രെയിനർ, അങ്ങനെയാണ് ഇതൊക്കെ. ആ ഒരു സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ട അതാണ് പ്രശാന്തില്. 91 days. And then കണ്ട ബിൽഡപ്പ് കണ്ട. And then the devil was born. ചെകുത്താൻ പിറന്നു, ചെകുത്താൻ ഇപ്പൊ വരും. ഹാപ്പി ബർത്ത്ഡേ ലൂഗർ, assassin in chief of the Afghan trading company.
ട്രിഗർ മറന്നു പോறது എത്ര പേരുടെ കൊന്നിറങ്ങി NTR. തൂങ്ങറപ്പോ ഞാൻ കനവ് ഗൈസ്, നിങ്ങൾക്ക് ആ ഒരു രോമാഞ്ചം അടിച്ചോ? പേഴ്സണലി എനിക്ക് ആ രോമാഞ്ചം അടിച്ചില്ല. അത് ആ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് തോന്നി. കാരണം ആ ഒരു ബാക്ക് ഷോട്ടും അവിടെ ആൾക്കാർ കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആ ഒരു ഷോട്ടും കാര്യങ്ങൾ. പക്ഷെ ഫ്രണ്ട് ഷോട്ട് കാണിച്ചപ്പം എന്തോ പുള്ളിക്ക് ഫിസിക് ഉണ്ടെന്നും പറയുന്നു, ബട്ട് ഒരു ശോഷിച്ച ഒരു ലുക്കും കാണിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒരു ഫോട്ടോഷോപ്പ് എഡിറ്റ് ചെയ്ത് തല വെച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നതാണ്, നിങ്ങൾക്ക് തോന്നുന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സംഭവം ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടല്ലോ, കറക്റ്റ് പ്രഭാസ് സലാറിൽ ആ ടീഷർട്ട്, അതുപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവം. കൊന്നവങ്ങളോட മുഖമെല്ലാം വരാது மிச்சம் இருக்கிற எதிரிங்க முகம்தான் வரும். தப்பித்தவரை கூட என் கனவுல வர வேண்டாம். ഡബിങ്ങും പോരാ. ഡ്രാഗൺ NTR ഡ്രാഗൺ. இந்த செடி ஹீரோயினை விட அதிகமா வில்லன்களை உருவாக்க தோணுது. இந்த கதையில எல்லாருமே வில்லனா இருக்காங்க. இதுல எனக்கு நல்லா தெரியும். NTR തോന്നിക്കുന്നു. എന്തൊരു സെറ്റപ്പ് ഇതൊക്കെ கொண்டு வரணும். இந்த தடவை அந்த கேரக்டர் ജലീൽ റഹ്മാൻ, അഫ്ഗാനിസ്ഥാൻ ലോജിസ്റ്റ്, ബിജു മേനോൻ, അനിൽ കപൂർ, രഘുവീർ റാത്തോർ, ചീഫ് ഓഫ് നാർക്കോട്ടിക്സ് ബ്യൂറോ. ഓ സീനടാ, സീൻ എന്തൊക്കെയാ. ഒരു ഐറ്റം സോങ് ഉണ്ട്. RRR കടുവ വരുമോ? 11/6/2027. അത് ശരി, അടുത്ത വർഷം ജൂണിൽ. NTR ഡ്രാഗൺ ഗ്ലിംസ്. സംഭവം സെറ്റപ്പും പരിപാടിയൊക്കെ ഗൈസ് നമ്മൾ കണ്ട ആ ഒരു സെയിം പ്രശാന്ത് നീൽ ടെംപ്ലേറ്റ് തന്നെയാണ്. അതായത് KGF. എനിക്കൊരു ഉഗ്രത്തിൽ ഈ സെറ്റപ്പും കാര്യം ആ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. KGF 2 സലാർ. ഇനി സലാർ 2ലും ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു സെറ്റപ്പ് തന്നെയാണ് NTR ദി ഡ്രാഗനിലും അവർ സെറ്റ് ചെയ്തിട്ടുള്ള, പ്രശാന്ത് നീൽ സെറ്റ് ചെയ്തിട്ടുള്ള. ഇൻ ബിറ്റ്വീൻ എനിക്ക് എല്ലാ പോർഷൻസും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് പ്രശാന്ത് നീല് NTR പ്രസന്റ് ചെയ്ത രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ സിനിമയിൽ നന്നാവുമായിരിക്കും, ബട്ട് ഓണസ്റ്റ്ലി എനിക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ NTR ആ ഒരു ഗ്ലിംസിൽ കണ്ടെന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഒരു ഫിസിക്കും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു സ്ക്രീൻ പ്രസൻസും ഒരു മാരകാട്ടോ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു എഡിറ്റ് ഫോട്ടോഷോപ്പ് ഇരുന്ന പോലെ തലയൊക്കെ വെട്ടി വെച്ച് എന്തോ പോലെ ശോഷിച്ചിരുന്ന പോലെ എനിക്ക് തോന്നി. പേഴ്സണലി എൻ്റെ ഫീലാണ്. എനിക്ക് അത് ഇമ്പ്രസീവ് ആയിട്ട് തോന്നില്ല. ബട്ട് മറ്റു കാര്യങ്ങളൊക്കെ, ആ കഥ പറയുന്ന ഡീറ്റെയിലിംഗ് ആയിരുന്നാലും, ആ കാണിക്കുന്ന വിഷ്വൽസ്, ആ പോർഷൻസ് ആയിരുന്നാലും, ആ ഒരു ആൾക്കാരെ കാണിച്ച് ഇയാളുടെ പേര്, ഇവിടുത്തെ ആൾക്കാർ, ആ ഒരു ഡെസിഗ്നേഷൻ, പിന്നെ ആ ടാങ്ക്, ആ ട്രെയിനീസ്, ആ യുദ്ധം, അത് ആ ഒരു സെറ്റപ്പ് ഒക്കെ പ്രശാന്ത് നീൽ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. പുള്ളി ആ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനമാണ്. അത് നിങ്ങൾക്ക് KGF 2 ആൻഡ് സലാറൊക്കെ കണ്ടവർക്ക് നിങ്ങൾ മനസ്സിലാവും. പുള്ളിയുടെ മേക്കിംഗ് എന്ന് പറയുന്ന അമ്മാതിരി ഒരു സാധനം പുള്ളി. ബട്ട് ഇതും സെയിം പരിപാടി തന്നെയാണ്. അതായത് ആ ഒരു ഡസ്റ്റ് ആൻഡ് ആ ഒരു ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഗ്രേ ഷെയ്ഡിങ് വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് വരുന്ന അതുപോലത്തെ ഉള്ള പോർഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഒരു നല്ല രീതിക്ക് പണിയെടുത്ത കിട്ടിലും പടം വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലും കൂടെ നല്ല രീതിക്ക് എടുത്ത ഹോളിവുഡ് പടം വരെ അവിടെ ഹിറ്റ് ആവാനുള്ള സാധ്യതയുള്ള ഒരു പടം കൂടെ ആയിട്ടാണ് എനിക്ക് NTR ദ ഗ്ലിംസ് പേഴ്സണലി തോന്നുന്നത്. കാരണം അതുമാതിരി ഒരു നിങ്ങളൊരു മാഡ് മാക്സ് ഫ്യൂരി ഒക്കെ കാണുമ്പോൾ അതുപോലത്തെ ആ ഒരു സെറ്റപ്പ്, ഞാൻ കമ്പാരിസൺ അല്ല ചെയ്യുന്ന, ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഡസ്റ്റും കാര്യങ്ങളും കുറേ പരിപാടികളൊക്കെ അതുപോലെ തന്നെയാണ് ഇതിൽ. ആ ഡസ്റ്റും പരിപാടി, ആ കാണിക്കുന്ന ആ ഒരു ഷോട്ടുകൾ, ആ ഒരു വില്ലന്മാർ, ആ ഒരു ഗ്യാങ്ങുകൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ കൂടാ ഏതൊക്കെ ഗ്യാങ്ങാണ് എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ലാത്ത കുറേ സംഭവങ്ങൾ. അപ്പോൾ അത് തികച്ചും ഇമ്പ്രസീവാണ്. അപ്പോൾ അതിൽ ഇംഗ്ലീഷിലൊക്കെ ഇറങ്ങുമ്പം ആ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ ഇറക്കിയ കറക്റ്റ് ഇംഗ്ലീഷ് പടം പോലെ തന്നെ ഇരിക്കും. ഇൻ ബിറ്റ്വീൻ NTR ആ ഒരു എന്താ പറയുക, ഒരു ഡബിങ്ങും എനിക്ക് അത്ര ഒരു ഓക്കെ ആയിട്ട് തോന്നിയില്ല. ആ ഒരു സംസാരം അത്ര ഒരു അഗ്രസീവായിട്ടോ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആയിട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ബട്ട് ബിറ്റ്വീൻ ഓവറോൾ
NTR ആ പോർഷൻസ് ഒഴിച്ച് NTR ഫസ്റ്റ് കാണിക്കുന്ന ആ ഷോട്ട് NTR അസാസിൻ ചീഫ് എന്ന് പറഞ്ഞിട്ട് ലൂഗർ എന്നാണ് പേര് വരുന്നത്, അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനിയുടെ. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു മലമേലിൽ നിന്നിട്ട് അവിടെ എല്ലാവരും മരിച്ചിങ്ങനെ എല്ലാവരും കൊന്നിട്ടിരിക്കും. ആ ഒരു ഷോട്ട് പക്കാ ഷോട്ട്, അതൊക്കെ പ്രശാന്ത് നീലിനെ കൊണ്ടേ പറ്റൂ. ബട്ട് വന്നിങ്ങനെ കാണിച്ചപ്പോൾ ആ ഒരു ഓവറായ സ്ക്രീൻ പ്രസൻസ് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഷോക്കായിട്ട് തോന്നിയത് NTRനെ തന്നെയായിരുന്നു. ബട്ട് സിനിമ വരുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം, സിനിമ വരുമ്പോൾ പുള്ളി ചിലപ്പോൾ നന്നായിട്ട് ചെയ്തേക്കാം. പക്ഷെ ഈ ഒരു പോർഷനിൽ വന്നപ്പം NTRന്റെ ശോകാവസ്ഥ തന്നെയായിരുന്നു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്കും കൂടെ എങ്ങനെയാണെന്ന് പറഞ്ഞേക്ക്. പക്ഷെ എന്നിരുന്നാലും പ്രശാന്ത് നീലിന്റെ മേക്കിങ്ങിന് ഞാനൊരു എന്താ പറയുക ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. കാരണം പ്രശാന്ത് നീൽ അതിപ്പോൾ അത് KGF, ഉഗ്രം, KGF 2, സലാർ, പുള്ളിയുടെ ആ മേക്കിങ്, പുള്ളി പറയുന്ന കാര്യങ്ങൾ, പുള്ളി കൊണ്ടുവരുന്ന ആ ഒരു പോർഷൻസ്, പുള്ളിയുടെ ആ ഒരു ആവശ്യങ്ങളൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഇതെന്തോന്ന് സാധനോടാ ഇന്ന വർഷം പഴയ വർഷം ആ കാര്യങ്ങൾ, അതുപോലെ അവിടുത്തെ സെർബിയ ആർമി, റഷ്യൻ ആർമി, ആഫ്രിക്കൻ ആർമി, ഹോങ്കോങ് ആർമി, അങ്ങനെ ഒരുപാട് സെറ്റപ്പുകളൊക്കെ പുള്ളി കൊണ്ടുവരും. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ആൻഡ് ഇതിൽ രവി ബസൂറിന്റെ BGM വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രവി ബസൂറിന്റെ BGM വരുമ്പം അവർ ഓരോ ഇങ്ങനെ കണ്ണിങ്ങനെ വെക്കുമ്പോഴേക്കും ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്കും തോന്നുകയാണ്. എന്തോ നടക്കാൻ പോണ്. അവർ ഇതുപോലെ തന്നെ ഇതിൽ രുക്മിണി വസന്താണ് എക്സ്പെക്ടേഷനിൽ പറയാൻ വേണ്ടിയിട്ട് ദെൻ ദ ഡെവിൽ ഈസ് ബോൺ എന്ന് പറഞ്ഞ് അങ്ങനെ രുക്മിണി വസന്താണ് ഇതിൽ പറയാം. ആൻഡ് ഇതിൽ ബിജു മേനോൻ വരുന്നുണ്ട്. ബിജു മേനോൻ ഇപ്പോൾ മലയാളത്തിൽ കുറേ കാലമായിട്ട് പടം ചെയ്യാതെ ഇനി ഇതിന്റെ പുറകിലായോണ്ടായിരിക്കും. എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് മിസ് ചെയ്യാത്തതിൽ വലിയൊരു ഇതുണ്ട്. കാരണം നല്ലൊരു അഫ്ഗാനിസ്ഥാൻ ലോജിസ്റ്റിക്സ് ഹെഡ് അങ്ങനെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത്. ജലീൽ റഹ്മാൻ അങ്ങനെ എന്താണ് പേര് പറഞ്ഞത്. ഇനി അനിൽ കപൂർ വരുന്നു. പുള്ളി നല്ലൊരു കാലിബറുള്ള നടനാണ്. നിങ്ങൾക്കറിയാം അനിൽ കപൂർ അനിമല്ലേ, രൺബീർ കപൂറിന്റെ സിനിമയിലെ അച്ഛനായിട്ട് ആ പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ ഇനിയും പഴയ പടത്തിലെല്ലാം ഉള്ള ഒരു വലിയൊരു നടനും കൂടെയാണ് ഹിന്ദിയിൽ. ആൻഡ് പുള്ളിക്കാരനും ഉണ്ട്. ആൻഡ് നല്ലൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് സിനിമയും വരുന്നത്. പക്ഷെ ആ വില്ലന്മാരൊക്കെ പ്രശാന്ത് നീൽ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്നൊരു പിടിയില്ല. ഭയങ്കര സൂപ്പറായിട്ട് കൊണ്ട്. ആൻഡ് രുക്മിണി എന്ന് വരും. ഇതിലും രവി ബസൂറിന്റെ കത്തിക്കലും മസ്റ്റ് തന്നെയായിരിക്കും, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ബിറ്റ്വീൻ എല്ലാ പാറ്റേൺ സെയിം പാറ്റേണും കാര്യങ്ങളും തന്നെയാണ്. ബട്ട് എടുത്തിരിക്കുന്ന ലെവല് അതെന്താണ് പ്രശാന്ത് നീൽ എന്നടാ പണ്ണ പോറെ. പിന്നെ സിനിമ ഇറങ്ങുന്നത് അടുത്ത വർഷം ജൂൺ മാസം 11/6 എന്താണല്ലേ കിടന്നത്, ആ ടൈമിലാണ്. ഇനിയും ഒരു വർഷം ഉണ്ട്. കാരണം അത്രയും പ്രോസസ്സ് കാണും. പക്ഷെ പടം ഇറങ്ങുമ്പോൾ നല്ല ഹൈപ്പിലായിരിക്കും വരുന്നത്. ഇനി ഇതുപോലത്തെ നല്ല സാധനങ്ങൾ റിലീസ് ചെയ്തിട്ട് കിടില ഹൈപ്പിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു പടം കൂടെയാണ്. അപ്പോൾ എന്നിരുന്നാലും പുള്ളിയുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് എന്നും കൂടെയാണ് പുള്ളി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സലാർ 2 ചെയ്യാൻ പോകുമ്പോഴും നല്ലൊരു പടം വരാൻ ഇതായിരിക്കും എൻ്റെ ബെസ്റ്റ് വർക്ക് എന്നാണ് പറയുന്നത്. പുള്ളി ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോന്നായിരിക്കും ബെസ്റ്റ് വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വരട്ടെ. ബട്ട് ഇത് ഒരു അന്യായ പടം തന്നെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സിനിമ വരുമ്പോൾ ചിലപ്പോൾ NTRന്റെ ഒരു ലെവൽ സൂപ്പർ പെർഫോമൻസ് വരാൻ സാധ്യത ഉണ്ടാവും. പക്ഷേ ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. ഇനിയും ഇതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരാൻ ഗൈസ്. അപ്പം മറക്കണ്ട, നിങ്ങൾ ഇതുപോലെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും നിന്നുപോലെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെ ഇഷ്ടത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാ സബ്സ്ക്രിപ്ഷനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം മറക്കണ്ട, സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ, ഷെയർ, റെക്കമെൻഡ് ഒന്നും മറക്കണ്ട. സ്റ്റേ സേഫ് ഗൈസ്. ലവ് യു.